എല്ലാവർക്കും ക്യൂൻ മരിയ ടോക്സിലേക്ക് നിറഞ്ഞ സ്വാഗതം. ലൂക്ക 1-ാം അധ്യായം 35-ാം തിരുവചനത്തിലൂടെ നമുക്ക് ഇന്നത്തെ ടോക്സ് ആരംഭിക്കാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. പ്രത്യേക ഒരു അനുഭൂതി, പ്രത്യേകം ഒരു ശക്തി നമ്മളിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെടും, പുതിയ സൃഷ്ടിയായി മാറും. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. അതുപോലെ തിന്മകൾക്കെതിരെ പോരാടാൻ നമ്മളെ സഹായിക്കും. നമ്മളിലുള്ള പാപങ്ങളെ നമുക്ക് മനസ്സിലാക്കി തന്ന് അതിനെ നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. നമ്മൾ രൂപാന്തരം പ്രാപിക്കും. അതുപോലെ ജീവിത പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഭയത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകും പരിശുദ്ധാത്മാവ്. നമ്മളെ ധൈര്യപ്പെടുത്തും. സ്ത്രീഹന്മാരെ ധൈര്യപ്പെടുത്തതുപോലെ നമ്മളെയും ധൈര്യപ്പെടുത്തും. അതിലെ സ്നാപക യോഹന്നാനിലൊക്കെ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ശാമുവേലിനെ ഉണർത്തിയ പരിശുദ്ധാത്മാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ചു. 3 ബാലന്മാരെ തീച്ചോളിൽ നിന്ന് രക്ഷിച്ചു. അതുപോലെ കഷ്ടകാലത്ത് ജോബിനെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ദാവീദിലൂടെ സങ്കീർത്തനങ്ങൾ രചിച്ചു. പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തി. സോളമന് വിജ്ഞാനം കൊടുത്തു പരിശുദ്ധാത്മാവ്. ദാവീദിനെ ശക്തിപ്പെടുത്തി. അതുപോലെ മല്ലനായ ഗോലിയാത്തിന്റെ കരങ്ങളിൽ നിന്ന് സാംസനെ രക്ഷിച്ചു. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യും. ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ ഭവനത്തിലും നമ്മളിലും തന്നെ മാനസാന്തരം, അത്ഭുതങ്ങള്, അടയാളങ്ങള്, രോഗശാന്തികള്, വീര്യപ്രവൃത്തികൾ എല്ലാം ഉണ്ടാകും. അടയാളങ്ങളും അത്ഭുതങ്ങളും ഉറപ്പായിട്ട് സംഭവിക്കും. വിശ്വസിച്ച് നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിലായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോകാതെ മാസങ്ങളോളം വർഷങ്ങളോളം മടിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പള്ളിയിൽ പോകുവാനും കുമ്പസാരിച്ച് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ഉള്ള വലിയ കൃപ നമ്മൾക്ക് കിട്ടും. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, വരങ്ങൾ, ദാനങ്ങളാൽ നമ്മൾ നിറയണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവിനായി ഒരു 10-15 മിനിറ്റെങ്കിലും യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും സമയം നോക്കി നമ്മൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ളവര്, നമ്മളുടെ ഇടവകയിലുള്ളവര്, നമ്മളുടെ ഭാരതത്തിലുള്ളവരെല്ലാവർക്കും വേണ്ടി, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്ക 11-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങൾ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ? അപ്പോൾ പിതാവിനോട് ചോദിക്കണം. പരിശുദ്ധാത്മാവെ, യേശുവിലൂടെ അവിടുന്ന് യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ വാഗ്ദാനം ചെയ്തതാണ് പരിശുദ്ധാത്മാവിനെ. പിതാവിന്റെ സ്നേഹ സമ്മാനമാണ് പരിശുദ്ധാത്മാവിനെ. പിതാവ് നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അവിടുന്ന് ഈ പാടുപീടുകളും കുരിശുമരണവും എല്ലാം സഹിച്ച് മരിച്ചുയർത്ത് 3-ാം നാൾ ഉയർത്ത് അവിടുന്ന് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ഈശോ വാഗ്ദാനം ചെയ്തു, എന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും. ആ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ നവീകരിക്കും, നിങ്ങളെ രൂപാന്തരപ്പെടുത്തും, വചനം പ്രസംഗിക്കുവാൻ, രോഗികളെ സുഖപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ശക്തി നൽകും. ഞാൻ ചെയ്യുന്നതിലും ഇരട്ടിയായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്നേഹന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ വചന പ്രഘോഷകരായി മാറി. ലോകം മുഴുവൻ അവർ വചനം പ്രഘോഷിച്ചു. അങ്ങനെ അനേകം മക്കൾ അന്ന് മാനസാന്തരപ്പെട്ട് അവർ മാമോദീസ സ്വീകരിച്ച് യേശുവിലായി തീർന്നു. അതുകൊണ്ട് നമുക്കും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം കേട്ട് എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോസ്തല പ്രവർത്തനം 10:44 പറയുന്നതാണ്, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ കടന്നു വരും. അതുകൊണ്ടാണ് വചന പ്രഘോഷങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കടന്നു ചെല്ലണം. എന്റെ പിതാവിനാൽ ആവശ്യപ്പെടാതെ ആർക്കും എന്റെ അടുത്ത് വരാൻ സാധിക്കില്ലെന്ന് അറിയിച്ചതാണ് കർത്താവ്. അതുകൊണ്ട് നമുക്ക്
വചനം കേൾക്കാൻ നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ വചനം കേൾക്കാൻ നമുക്ക് കടന്നെല്ലാം വചനം നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എവിടെ അലഞ്ഞു നടക്കാതെ വചനം ശ്രവിക്കണം. ആ വചനം ശ്രവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ എഴുന്നള്ളി വരും. കൊടുങ്കാറ്റ് പോലെ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ എഴുതി വരും. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യോഹന്നാൻ 3:5 വചനം പറഞ്ഞങ്ങനെയാണ്, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലെന്നും. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. 1 കൊരിന്തോസ് 3:16 തിരുവചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ. ദൈവത്തിന്റെ ആലയമാണ് നമ്മൾ. ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മുടെ ശരീരം, മനസ്സ് എല്ലാം നമ്മൾ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തിനെ ഓരോ ദിവസവും വിശുദ്ധവും നിർമ്മലമായി സൂക്ഷിക്കാം. നമ്മുടെ മനസ്സാക്ഷി, ചിന്തകള്, പ്രവൃത്തികള്, നോട്ടങ്ങള്, സംസാരങ്ങളെല്ലാം ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രകാരം, പരിശുദ്ധാത്മാവിനാൽ ഇഷ്ടപ്പെട്ട പ്രകാരം നമുക്ക് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നാം എല്ലാവരും ഓരോ നിമിഷവും പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, എന്നെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. റോമ 8 ആത്മാവിലുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്നു. റോമ 8:2 തിരുവചനം, എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നമ്മളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ നമ്മൾ പാപം ചെയ്യുമ്പോൾ അതിന്റെ ശിക്ഷ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ചിലർ പാപം ചെയ്ത് രോഗികളായി തീർന്നുവെന്ന്. ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കാതെ ദൈവാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തെന്നാൽ ജഡികരായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിലാണ് മനസ്സ് വയ്ക്കുന്നത്. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നു. ആത്മീയ അഭിലാഷങ്ങൾ നമ്മെ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. ജഡിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ നമ്മൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആകയാൽ സഹോദരങ്ങളെ, ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കീഴ്പ്പെട്ടവരല്ല. ജഡികളായി ജീവിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ നമ്മൾ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ, ഉപേക്ഷിക്കുന്നെങ്കിൽ നമ്മൾ ജീവിക്കും. അതുകൊണ്ടാണ് റോമ 8:14 തിരുവചനം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പോൾ നമ്മൾ ദൈവാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവപുത്രരാണ്, ദൈവത്തിന്റെ സ്വന്തം മക്കളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണേലും ദൈവത്തോട് ചോദിച്ചാലും, നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരും എന്ന് പറഞ്ഞ ആ വചനം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ ദൈവാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ ജഡികരായി ജീവിക്കാതെ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. നിങ്ങളോട് വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നമ്മൾ പിതാവിനെ ആബ്ബാ പിതാവേ, ആബ്ബാ പിതാവേ എന്ന് നാം വിളിക്കുന്നത്. അപ്പോൾ ആബ്ബാ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ ദൈവാത്മാവിനാൽ നിറയണം. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകും. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്.
നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പിതാവിന്റെ മക്കളായതുകൊണ്ട് നമ്മൾക്ക് അവകാശം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സ്വർഗീയ പിതാവിന്റെ മക്കളാണെങ്കിൽ അവകാശത്തിൽ നമ്മളും പങ്കാളികളാണ്. സ്വർഗീയ അവകാശത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ അവകാശികളാണ്. അപ്പോൾ മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടാവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിനെ ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. നമ്മൾ ഒരിക്കൽ സ്വർഗത്തിൽ എത്തിച്ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പീഡ അനുഭവിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കൂടെ ചേർന്ന് നമ്മൾ ദൈവത്തോട് ചേർന്ന് വിശുദ്ധി ജീവിച്ച് നമ്മൾ സ്വർഗത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ദൈവം തരുന്ന കുരിശുകൾ പീഡകളെല്ലാം നമ്മൾ സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് നാം സ്വീകരിക്കണം. അതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം, ദൈവത്തോട് ചേർന്ന് നിൽക്കാം, ദൈവാത്മാവിനാൽ നിറഞ്ഞ് നമുക്ക് ജീവിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും, ദൈവിക സ്വരം ശ്രവിക്കും, ദൈവിക ദർശനങ്ങൾ കാണും, നമുക്ക് വരങ്ങളും ഫലങ്ങളെല്ലാം നിറഞ്ഞ് നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരും. ഓരോ നിമിഷവും നമുക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന് നമുക്ക് ഒരു സ്വർഗസ്നായ പിതാവേ ചൊല്ലി നമുക്ക് ആത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയോട് ചേർന്ന് സ്ലേഹന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ അമ്മ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിന് ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ.